നമസ്കാരം. സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു പോയിന്റ് സംസ്ഥാന വയോജന കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സംസ്ഥാന വയോജന കമ്മീഷൻ ഓർത്തിരിക്കേണ്ട വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഒരു വയോജന കമ്മീഷൻ, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൗരന്മാരുടെ സംരക്ഷണം, ക്ഷേമം, പുനരധിവാസം, ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് എവിടെയാണെന്ന് ഓർത്തിരിക്കുക, കേരളത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. അത് നിലവിൽ വന്ന ആ ഒരു വർഷം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2024 ഡിസംബർ 21 മുൻകാല പ്രാബല്യത്തോടു കൂടി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. വർഷം ഓർത്തിരിക്കുക, 2024 ഡിസംബർ 21 സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ അതിനു മുന്നേ ഓർത്തിരിക്കണം, ഇതിന്റെ ബില്ല് പാസ്സാക്കുന്നത് 2025 മാർച്ച് 19 ബില്ല് നിയമസഭയിൽ പാസ്സാവുന്നത്. 2025 മാർച്ച് 19 ബില്ല് പാസ്സാകുന്നു. 2025 മാർച്ച് 24 കേരള ഗവർണർ ആയിരുന്ന രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം അത് സൈൻ ചെയ്യുന്നു. മുൻകാല പ്രാബല്യത്തോടു കൂടി 2024 ഡിസംബർ 21 സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാണെന്ന് ഓർത്തിരിക്കുക. വയോജന കമ്മീഷൻ നിലവിൽ വന്നു. അതിന്റെ കാലാവധി 3 വർഷമാണ് എന്ന് ഓർത്തിരിക്കുക. 3 വർഷം കാലാവധിയോടുകൂടി 2025 മാർച്ച് 19 ബില്ല് പാസ്സാക്കുന്നു. 2025 മാർച്ച് 24 ഗവർണറായിരുന്ന ശ്രീ രാജേന്ദ്ര അർലേക്കർ അതിൽ ഒപ്പുവയ്ക്കുന്നു. 2024 ഡിസംബർ 21 മുൻകാല പ്രാബല്യത്തോടു കൂടി അന്ന് ഈ പറയുന്ന ബില്ല് പാസ്സായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നു. ഇനി വയോജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഓർത്തിരിക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാളും ഈ പറയുന്ന വയോജനം എന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നു. ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ ക്ഷേമവും സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഏത് വരുന്നത്, സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. കാലാവധി 3 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുക. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി ഈ സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങൾ 5 പേരാണുള്ളത്. 5 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്ന് ഓർത്തിരിക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ അംഗങ്ങളുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്, ഇവിടെ എഴുതിയിട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. ഈ സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിയോഗിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ രാജിയും വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. 5 അംഗങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഓർത്തിരിക്കണം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓർത്തിരിക്കുക, കെ സോമപ്രസാദ് ആണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ചെയർപേഴ്സൺ സോമപ്രസാദ് ആണ്. ബാക്കി 4 അംഗങ്ങൾ കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു ആകെ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 5 അംഗങ്ങളിൽ ബാക്കി 4 പേരുണ്ട്. അവരുടെ പേരുകൾ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അതിനകത്ത് അംഗങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതകൾ ഓർത്തിരിക്കണം. അതില് എല്ലാ അംഗങ്ങളും 60 വയസ്സിന്, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ മുഴുവനും എന്തായിരിക്കണം, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം. അതിൽ ഒരു മെമ്പർ SC അല്ലെങ്കിൽ ST പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം. മറ്റൊരു കണ്ടീഷൻ, ഒരു വനിതാ അംഗം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ ആ വനിതാ അംഗം ആരാണെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ സംസ്ഥാന വയോജന കമ്മീഷനിലെ വനിതാ അംഗത്തിന്റെ പേര് EM രാധ എന്നാണെന്ന് ഓർത്തിരിക്കുക. മറ്റ് 2 പേരുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, KN കൃഷ്ണൻ നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ, പ്രൊഫസർ ലോപ്പസ് മാത്യു, EM രാധ, ചെയർപേഴ്സൺ ആയിട്ടുള്ള K സോമപ്രസാദ്. ഇത്രയും ആളുകളാണ് സംസ്ഥാന വയോജന കമ്മീഷനിൽ ആദ്യത്തെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, 3 വർഷം കാലാവധി. 2024 ഡിസംബർ 21 മുൻകാല പ്രാബല്യത്തോടു കൂടി നിലവിൽ വരുന്നു. വയോജനം എന്നത് 60 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയുമാണെന്ന് ഓർത്തിരിക്കുക. ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിയമിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ആകെ അംഗങ്ങൾ 5 ഫസ്റ്റ് ചെയർപേഴ്സൺ K സോമപ്രസാദ് ആണ് എന്ന് ഓർത്തിരിക്കുക. താങ്ക് യു.